ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ വീഡിയോയാണ്. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്കിത് ഇതൊരു ചെറിയൊരു വീഡിയോ മാത്രമല്ല, എനിക്ക് കുറച്ച് മെമ്മറീസ് ആയിട്ട് വെക്കാനുള്ള കുറേ മൊമെൻറ്റ്സും കൂടെയാണ്. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് 4 ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. കേരള നടനം, മോഹിനിയാട്ടം, പിന്നെ നങ്ങ്യാർകൂത്ത്, പിന്നെ ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ 3 ഐറ്റംസ് അടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കേരള നടനത്തിൻ്റെ അന്ന് വൈകിട്ട് 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 5 മണി ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. പക്ഷേ പ്രോഗ്രാം തുടങ്ങാൻ ഒരുപാട് ലേറ്റായി കേട്ടോ. 11 മണിയായപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഡിലേ ആയിട്ടാണ് പോയതൊക്കെ. പ്രോഗ്രാംസൊക്കെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ അല്ലസറിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ അടിപൊളി ക്യാമ്പസാണ്. പിന്നെ അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. എനിക്ക് സ്ലോട്ട് ഏകദേശം ഒരു രാവിലെ 6 മണി ആയപ്പോഴാട്ടോ എനിക്ക് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാനൊരു 12 മണി ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഫേസ് ചെയ്തിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ഒരു 2 മണി, രാവിലെ 2 മണി 3 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് ബാക്കി മേക്കപ്പൊക്കെ. അപ്പോൾ അതിൻ്റെ മീൻസ് ഒരു എക്സൈറ്റഡ് ആണ്. നമുക്ക് ആ സമയത്ത് ഒരു ഉറക്കമൊന്നും വരില്ല, കാരണം ഇത് ചെയ്യണമല്ലോ എന്നുള്ളൊരു സ്പിരിറ്റ് കിടക്കുന്ന കാരണം ഒരു ഇത് വന്ന് ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു മെമ്മറി, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല, നല്ല മെമ്മറീസായിട്ടാണ് തോന്നുന്നത്. ഒരു രസമായിരുന്നു. 6 മണി ആ സമയമൊക്കെ ആയി ഞാൻ പെർഫോം ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞപ്പം. അതും ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷമീർ മാഷാണ് എന്നെ മേക്കപ്പ് ചെയ്തത്. എപ്പോഴും മാഷ് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ കേരളണം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം അഴിച്ചു വെച്ച് കിടന്നപ്പോൾ തന്നെ ഒരു 10 മണിയായി ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ കുറച്ച് നേരം ഒരു 1 മണിക്കൂറൊക്കെ ജസ്റ്റ് ഉറങ്ങിയോളൂ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും മോഹിനിയാട്ടത്തിന് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നു. അന്നും പ്രോഗ്രാം നല്ല രീതിക്ക് ഡിലേ ആയിട്ടാണ് പോയത്. രാത്രി 9:30 ആയപ്പോഴായിരുന്നു ഞാൻ മോഹിനിയാട്ടം കളിക്കാൻ വേണ്ടി കയറിയത്. പിറ്റേ ദിവസം എനിക്ക് നങ്ങ്യാർകൂത്തും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി വന്നിട്ട് ഏകദേശം ഒരു 12 മണി ആ സമയമൊക്കെ ആയി കിടന്നപ്പോൾ. പിന്നെ രാവിലെ തന്നെ നങ്ങ്യാർകൂത്ത് പാക്കേജായിട്ട് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നു രാവിലെ തന്നെ. അങ്ങനെ ഒരു നല്ല ഹെക്റ്റിക് ഷെഡ്യൂളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരു രസമായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാംസും ഇതിനിടയ്ക്ക് നടക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് വീക്ക് എക്സാം ആയിരുന്നു. ഈ വീക്ക് കലോത്സവം, പിന്നെ അതിൻ്റെ അടുത്ത വീക്ക് പിന്നെയും എക്സാം, അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു രസമാണ്.
നെക്സ്റ്റ് ഡേ തന്നെ നങ്ങ്യാർകൂത്തിൻ്റെ കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ പ്രാക്ടീസിന് വന്നു. ഉച്ചയായപ്പോഴത്തേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നങ്ങ്യാർകൂത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഐറ്റം കോമ്പറ്റീഷനായിട്ടായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് കയറാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ കുറച്ച് ടെൻസ്ഡായി പോയി, കാരണം പ്രോഗ്രാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമെന്നും പറഞ്ഞ് വിളിച്ചു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഒരു ഹാപ്പിനെസ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ വെറുതെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്രൂപ്പിൻ്റെ ഓർക്കസ്ട്ര പ്രാക്ടീസിന് വേണ്ടിയിട്ട് കോളേജിൽ പോയി. അപ്പോൾ അതൊക്കെ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ നല്ല രസമായിട്ട് തോന്നുകയാണ്. പക്ഷെ ആ സമയത്ത് നല്ല എല്ലാം കൂടി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ രസമായിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവസാനം സ്റ്റേജിൽ വന്നപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റി. പ്രാക്ടീസിൻ്റെ സമയത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ റിഹേഴ്സലിൻ്റെ കുറച്ച് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് ഡാൻസിന് അന്ന് അമ്മ അച്ഛനും പ്രോഗ്രാം സ്ഥലത്തേക്ക് നേരിട്ട് വരുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അല്ലസറിൽ നേരത്തെ എത്തി, കോളേജിൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ എത്തി, ടീമിൻ്റെ കൂടെ. മേക്കപ്പ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് വൈകിട്ടായിരുന്നു പ്രോഗ്രാം വന്നത്. അതും ലേറ്റായി തുടങ്ങാനായിട്ട് 10 മണിയൊക്കെ കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രോഗ്രാം. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ചത് വേണുമാഷാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളുടെ കോളേജിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ തിരുവാതിരയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേണുമാഷിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് ഡാൻസിൻ്റെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. ഇത് നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് അല്ല കേട്ടോ, വേറൊരു ടീമിൻ്റെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കേ, ബൈ. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ കലോത്സവം മെമ്മറീസ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുള്ള എല്ലാം ഞാൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
चढ़े